നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ കുറേയേറെ സംശയങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംശയങ്ങളാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വീട് സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ച് ഒരു വീട് പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത്, ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കുന്നതാണോ നല്ലത്? നമുക്കിപ്പം ചോദിച്ചത് നമ്മളിപ്പോ വീട് വാങ്ങുന്നതാണോ അതോ നമ്മൾ ഒരാൾക്ക് ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു വീട് വെക്കുന്നതാണോ എന്നുള്ളതാണ്. ഇപ്പൊ രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വീട് വെക്കാൻ പോകുന്നവർക്കും അത് വാങ്ങുന്നതിനും ഉണ്ട്. രണ്ടിനും ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പൊ നമ്മളൊരു വാങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിപ്പം അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് റെഡി ടു ഓക്യുപ്പൈ എന്ന് പറയാം. നമുക്കിപ്പോ ഒരു പൈസ കൊടുത്തിട്ട് നമുക്കിപ്പൊ തന്നെ ആ വീട് വാങ്ങിച്ച് നമുക്ക് അവിടെ തന്നെ ഉടനെ തന്നെ താമസിക്കാൻ പറ്റും. നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. ഇപ്പൊ ഒരു പുതിയ വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10 മാസം 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ആ വസ്തുവും വീടും കൂടെ ഒന്നിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മൾ താമസിക്കുന്നു. അതിനധികം ടൈം വേണ്ട. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ സ്ഥലമോ ലൊക്കേഷനോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് ആ വീട് വാങ്ങാൻ പറ്റും. അതാണ് അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ബഡ്ജറ്റ്, നമുക്കിപ്പോ എത്ര രൂപയാണ് ബഡ്ജറ്റ്, അതിനനുസരിച്ച് ആ ഒരു ബഡ്ജറ്റിനുള്ളിലാണോ ഈ വീട് കിട്ടുന്നത് നമുക്ക് മുൻപേ അറിയാൻ പറ്റും. ഇപ്പൊ 50 ലക്ഷം രൂപയാണെങ്കിൽ ആ 50 ലക്ഷത്തിനകത്ത് നിൽക്കുന്ന വീട് നമുക്ക് കണ്ട് മനസ്സിലാക്കി അത് മേടിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ നമ്മൾ വീട് വെക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ബഡ്ജറ്റ് കവിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പൊ ആ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്കത് മേടിക്കാനായിട്ട് പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ നമുക്ക് അതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞത്. ഇപ്പൊ ദോഷം എന്ന് പറയുന്നത് നമ്മളിപ്പം വേറൊരാൾ വെച്ചൊരു വീടാണ്. ഇപ്പൊ ഒരു ബിൽഡറോ അല്ലെങ്കിൽ അല്ലാതുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വെച്ചൊരു വീട് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഉദാഹരണം, നമ്മളിപ്പം സ്ഥലം നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ആയിരിക്കും. നമ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ പരിചയക്കാരോ അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ അറിയുന്ന സ്ഥലമായിരിക്കാം. പക്ഷെങ്കിൽ ആ വീട് ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച 2-3 ബെഡ്റൂം ആയിരിക്കാം. ചിലപ്പോൾ അത് 2 ബെഡ്റൂമിന്റെ ആയിരിക്കാം. ഇനി അതല്ല 2 നിലയായിരിക്കാം. നമ്മൾ ഉദ്ദേശിച്ച 1 നിലയായിരിക്കാം. നമുക്ക് പല കാര്യങ്ങളും അതിനകത്ത് റൂമിന്റെ അറേഞ്ച്മെന്റ്സ് തൊട്ട് അതിന്റെ പെയിന്റിന്റെ കളറ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കണമെന്നില്ല. പക്ഷെ ലൊക്കേഷൻ നല്ലതായതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്നതായതുകൊണ്ടും ചിലപ്പോൾ നമ്മളത് മനസ്സോടെ നമ്മളത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ പുറമേ കാണുന്ന ഭംഗി കൊണ്ടോ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റ് കണ്ടുകൊണ്ടോ അതിന്റെ എലിവേഷന്റെ ഭംഗി കണ്ടുകൊണ്ടോ നമ്മൾ ആ വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമെന്റ് ഏതാണ്, അതിന്റെ വോളിന്റെ തിക്നെസ് ഏതാണ്, അതിന്റെ ഡോർസ് ആൻഡ് വിൻഡോസ് എന്താണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് ഏതാണ്, ഇങ്ങനെ അതിനകത്ത് ഉപയോഗിച്ചിരുന്ന കമ്പി ഇപ്പം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതാണോ, നമ്മുടെ ഒരു ക്വാളിറ്റി രീതിയിലാണോ ആ വീട് പണിതിരിക്കുന്നതെന്ന് നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പം 5 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് ലീക്കോ അല്ലെങ്കിൽ വീടിന് ക്രാക്കോ അങ്ങനെ പല രീതിയിലുള്ള കംപ്ലൈന്റ്സുകൾ വരാം. നമ്മൾ ആ പണിയുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ല, നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമ്മൾ ആ പുറമേ കണ്ട ഭംഗിയും ആ വീടിന്റെ രൂപവും അതിന്റെ ബെഡ്റൂമിന്റെ എണ്ണവും ഒക്കെ കണ്ടിട്ടാണ് നമ്മളത് വാങ്ങുന്നത്. പിന്നെ അതുപോലെ ബഡ്ജറ്റും നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ഥലം നമ്മുടെ അടുത്തായിരിക്കത്തില്ല, ദൂരെ ആയിരിക്കും. പക്ഷെങ്കിൽ നമ്മൾക്ക് മനസ്സിൽ കണ്ട പോലത്തെ ചിലപ്പോൾ ഒരു വീടായിരിക്കാം, നമ്മൾ ആഗ്രഹിച്ച പോലത്തെ വീടായിരിക്കാം. അപ്പോൾ നമുക്ക് ദൂരെ പോയി താമസിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പല രീതിയിൽ നമ്മളത് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ വാങ്ങിയാൽ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നം അതാണ്. ഇനി അതേപോലെ നമ്മളൊരു വീട് പണിയുകയാണെങ്കിൽ അതിനകത്തും ഉണ്ട് ഗുണവും ദോഷവും. പണിയുന്നതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈം നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്യണം. നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കണം. ഇപ്പൊ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വീട് പണി തീരില്ല. 1 വർഷം മിനിമം എടുക്കും ആ ഒരു വീട് പണി തീരണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അത്രയും നേരം നമ്മൾ ആ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. നമ്മുടെ പണം ആ രീതിയിൽ മുടക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ ആ ടൈം മനസ്സിലാക്കി ആ ഒരു രീതിയിൽ നിന്നാൽ, ഒരു ക്ഷമയോടെ നിന്നിട്ട് ആ മനസ്സിലാക്കിയായിരിക്കണം നമ്മൾ ആ വീട് പണി തീർക്കാനായിട്ട്. ഇനിയും അതിനകത്ത് വരുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞത് നമ്മുടെ ഇഷ്ടത്തിന്, അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ വരയ്ക്കാം, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വീട് പണിയാം. നമ്മൾ ഓരോ വീടിന്റെ മുക്കും മൂലയും എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന്റെ തുടക്കം തൊട്ട് ഫൗണ്ടേഷൻ തൊട്ട് അതിന്റെ ഫിനിഷിംഗ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് ആ വീട് പണിതെടുക്കാനായിട്ട് വരും. നമ്മൾ ആഗ്രഹിച്ച അല്ലെ നമ്മുടെ ഒരു ലൊക്കേഷൻ അനുസരിച്ചുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ വീട് വെക്കുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ടൈല് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുന്നതായിരിക്കും. അതിനകത്ത് ഉപയോഗിക്കുന്ന ഡോർസ് വിൻഡോസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും. അതിലടിക്കുന്ന പെയിന്റ് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കും. അങ്ങനെ അതിനകത്ത് ഇന്റീരിയർ വർക്കുകൾ എല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് ചെയ്യാം. നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഒരു വീട് വെക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ വീട് സ്വപ്നം കാണുന്നവർക്ക് അവരുടെ ആവശ്യം എന്താണ്, പെട്ടെന്ന് ഒരു വീട് വേണ്ടതാണെങ്കിൽ നമുക്ക് വീട് വാങ്ങാം. നമ്മുടെ ഇഷ്ടത്തിന് ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിന് നമ്മുടെ ലൊക്കേഷനിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ഇനി അതല്ല നമുക്ക് ടൈം ഉണ്ട്, നമുക്ക് ഓൾറെഡി സ്ഥലമുണ്ട്, നമ്മുടെ ഈ ഇച്ചിരി കൂടെ സമയമുണ്ട്, നമുക്ക് പതുക്കെ വെച്ചാൽ മതി, നമ്മുടെ ഇഷ്ടത്തിന് വെക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക്
തീർച്ചയായിട്ടും നമുക്ക് ആ വീട് നമ്മുടെ ഇഷ്ടത്തിന് വെക്കാനും പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്.